കുബരൻ എന്ന ഒറ്റ ദിലീപ് ചിത്രത്തിലൂടെ മലയാളി മനസ്സുകളിൽ ഇടം നേടിയ നടിയാണ് ഉമാശങ്കരി. ഒരുപാട് മലയാളം സിനിമകളിൽ അഭിനയിച്ചെങ്കിൽ പോലും ഇന്നും മലയാളികൾക്കേറെ പ്രിയപ്പെട്ട നടിയാണ് ഉമാശങ്കരി. എന്നാലിപ്പോൾ വർഷങ്ങൾക്ക് ശേഷം സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരേപോലെ നടക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഉമാശങ്കരി ഇപ്പോൾ ജീവിതത്തിലെ ഏറ്റവും കഠിനമായൊരു ഘട്ടത്തിലൂടെ വലിയൊരു ആരോഗ്യ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. തനിക്ക് സ്തനാർബുദമാണെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് താരം തന്നെ നേരിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആശുപത്രി കിടക്കയിൽ കൈകളിൽ ഡ്രിപ്പ് തൂക്കിയിട്ടിരിക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് താരം താൻ നേരിടുന്ന ഈ വലിയ പോരാട്ടത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. വളരെ അപ്രതീക്ഷിതമായാണ് ഈ രോഗം തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എന്തുകൊണ്ടിപ്പോൾ, ഇനി എൻ്റെ ഭാവി എന്താകും എന്നിങ്ങനെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളും വലിയൊരു മാനസികാഘാതവുമാണ് ആദ്യം മനസ്സിലേക്ക് വന്നതെന്ന് നടി പറയുന്നു. എന്നാൽ ആ ആഘാതത്തിൽ തളർന്നിരിക്കാൻ അവർ തയ്യാറല്ലായിരുന്നു. നിലവിൽ 2ാം ഘട്ട കീമോതെറാപ്പിയും ഇമ്മ്യൂണോതെറാപ്പിയും പുരോഗമിക്കുകയാണ്. ചികിത്സയുടെ ഭാഗമായി തൻ്റെ മനോഹരമായ ഇടതൂർന്ന മുടിയെല്ലാം കൊഴിഞ്ഞു തുടങ്ങി. ചെറുപ്പം മുതലേ താൻ ഏറെ സ്നേഹത്തോടെ സംരക്ഷിച്ച മുടി ഓരോന്നായി ഊരി വരുമ്പോൾ തോന്നുമായിരുന്ന സങ്കടം വാക്കുകൾക്കതീതമാണ്, താരം പറയുന്നു. പക്ഷേ ഈ ഘട്ടത്തിലും താരം കാണിക്കുന്ന ആത്മവിശ്വാസവും ധൈര്യവുമാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. എൻ്റെ തലയിൽ മുടിയില്ലായിരിക്കാം, പക്ഷേ ഞാൻ പ്രത്യാശ കൈവിടുന്നില്ല. ഓരോ ദിവസവും മുൻപോട്ട് പോകാൻ ഞാൻ പഠിക്കുകയാണ്. പ്രോഗ്രസ് പരിപൂർണമായിരിക്കാം, പക്ഷേ അത് യാഥാർത്ഥ്യമാണ്, താരം കുറിച്ചു. തനിക്ക് ശക്തി തോന്നുന്ന ദിവസങ്ങൾ ആഘോഷിക്കുകയാണെന്നും താരം കൂട്ടിച്ചേർക്കുന്നു. ദിലീപ് ചിത്രമായ കുബേരന് പുറമെ വസന്തമല്ലിക, സാഫല്യം, ഈ സ്നേഹതീരത്ത് തുടങ്ങിയ ചിത്രങ്ങളിലും താരം വേഷമിട്ടിട്ടുണ്ട്. തമിഴിലും തെലുങ്കിലും സജീവമായിരുന്ന താരം വിവാഹശേഷമാണ് അഭിനയ രംഗത്ത് നിന്നും ഇടവേളയെടുത്തത്. വർഷങ്ങൾക്ക് ശേഷമുള്ള താരത്തിൻ്റെ തിരിച്ചുവരവ് പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഏറെ സങ്കടത്തിലാക്കിയിരിക്കുകയാണ്. രോഗത്തെ ധൈര്യത്തോടെ നേരിട്ട് പൂർണ്ണ ആരോഗ്യവതിയായി തിരിച്ചെത്ത പോരാട്ടത്തിൽ വിജയിച്ച് പൂർണ്ണ ആരോഗ്യവതിയായി താരം തിരിച്ചു വരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക.